ഹായ് നമസ്കാരം, യൂനിസാണ്. ക്യാൻവ പ്രീമിയം ആക്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിലൂടെ പറയാൻ വേണ്ടി പോകുന്നത്. രണ്ട് രീതിയിലുള്ള ആളുകളാണ് നമ്മുടെ അടുത്ത് ക്യാൻവ പർച്ചേസ് ചെയ്യുക. ഒന്ന്, ഓൾറെഡി ക്യാൻവ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾ, ഫ്രീ വേർഷനായിരിക്കും അവർ ഉപയോഗിക്കുന്നുണ്ടാവുക. അവർക്ക് പെയ്ഡ് വേർഷനിലേക്ക് മാറേണ്ടതായിട്ടുണ്ടാവും. ചില ആളുകൾ ഒട്ടും ക്യാൻവയിൽ നോളജ് ഉണ്ടാവില്ല, നമ്മൾ അഡ്വർടൈസ്മെൻറ്റിലൊക്കെ കണ്ടിട്ട് നേരെ ഒന്ന് ചെയ്ത് നോക്കാം എന്നുള്ള മൈൻഡ് സെറ്റിലൂടെ വരുന്ന ആളുകളായിരിക്കും. അപ്പോൾ ആദ്യം ഒട്ടും ബേസ് ഇല്ലാത്ത ആളുകൾ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. ഈ ഒരു രണ്ട് രീതിയിലാണ് ക്യാൻവ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുക. ഒന്ന്, നമ്മുടെ പ്ലേ സ്റ്റോറിൽ പോവാം. ഫോണിൽ പ്ലേ സ്റ്റോർ അടിച്ചു കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ ക്യാൻവ എന്ന് സെർച്ച് ചെയ്യാം. ക്യാൻവ സെർച്ച് ചെയ്യുമ്പോൾ നമുക്കിവിടെ ആപ്പ് വരും. അത്യാവശ്യം 22 മില്യൺ റിവ്യൂസൊക്കെയുള്ള 500 മില്യണിലധികം ആളുകൾ ഓൾറെഡി സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളൊരു ആപ്പാണ് ക്യാൻവ എന്ന് പറയുന്നത്. അത്രയും ലോകത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ യൂസ് ചെയ്യുന്നൊരു ആപ്പാണ്. അപ്പോൾ ആദ്യം എന്ത് ചെയ്യാം, ഈ ആപ്പ് ഡൗൺലോഡ് ചെയ്യാം. ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ജസ്റ്റ് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ ഒരു ഇൻ്റർഫേസ് ഈ രീതിയിലായിരിക്കും. ഡെയിലി അപ്ഡേറ്റ്സ് നടക്കുന്നതുകൊണ്ട് പല രീതിയിലും മാറാൻ ചാൻസ് ഉണ്ട്. നിങ്ങളുടെ ഗൂഗിൾ വെച്ചിട്ട് നിങ്ങൾ സൈൻ ഇൻ ചെയ്യാം. ഇപ്പോൾ ഉദാഹരണം, ഞാൻ എൻ്റെ ഒരു അക്കൗണ്ട് വെച്ചിട്ട് ഞാൻ സൈൻ ഇൻ ചെയ്ത് കഴിഞ്ഞു. സൈൻ ഇൻ ചെയ്ത് വന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നോർമലി ക്യാൻവ ഡിഫോൾട്ടായിട്ട് ഓപ്പൺ ആയിട്ട് വരും. ഈ ക്യാൻവ എന്ന് പറയുന്നത് ഫ്രീ വേർഷനാണ്. ഇതിനകത്ത് നമുക്ക് ചെയ്ത് പോകുന്നതിനൊക്കെ ലിമിറ്റേഷൻസ് ഉണ്ട്. ഇത് എല്ലാവർക്കും ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, ഇനി എങ്ങനെയാണ് ഇത് പെയ്ഡ് വേർഷൻ ആക്കി തരിക എന്നുള്ളതാണ്. നിങ്ങൾക്ക് ഞങ്ങൾ നിങ്ങളുടെ വാട്സപ്പിനകത്ത് നമ്മൾ ലിങ്ക് അയച്ചു തന്നിട്ടുണ്ടാവും. ഈ ലിങ്കിൽ കയറി ക്ലിക്ക് ചെയ്യുക. ലിങ്കിൽ കയറി ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഈ നിലവിലുള്ള എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ക്യാൻവ പെയ്ഡ് വേർഷനിലേക്ക് മാറും. ഞാൻ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ ഒരു മെസ്സേജ് വന്നു, കണ്ടോ, വെൽക്കം ടു ബിസ്ക്രാഫ്റ്റ് V39. ഇങ്ങനെ പല പേരുകളിലായിരിക്കും ഇത് വരുന്നുണ്ടാവുക. ഓക്കെ, അതിനുശേഷം ലെറ്റ്സ് ഗോ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യാം. അപ്പം ഇപ്പോൾ നമ്മുടെ ആപ്പ് പെയ്ഡ് വേർഷനിലായിട്ടുണ്ടാവും. പെയ്ഡ് വേർഷനിലാണോ എന്നുള്ളത് എങ്ങനെയാണ് കൺഫേം ചെയ്യുക എന്നുള്ളതാണ്. പ്രൊഫൈലിൽ പോവാം. പ്രൊഫൈലിൽ പോയി കഴിഞ്ഞാൽ ഇവിടെ ഈ ടീം എന്നുള്ളിടത്ത് ബിസ്ക്രാഫ്റ്റ് എന്നുണ്ടാവും. സാധാരണ ഇതിനകത്ത് പേഴ്സണൽ എന്നായിരിക്കും കിടക്കുക. പേഴ്സണൽ എന്നുള്ളത് നിങ്ങളുടെ ഫ്രീ വേർഷനാണ്. അതിനകത്ത് ഫ്രീ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ ജസ്റ്റ് ഇവിടെ ക്ലിക്ക് ചെയ്യുക. ഈ ഒരു പേഴ്സണൽ മാറ്റിയിട്ട് ബിസ്ക്രാഫ്റ്റ് V29 എന്നുള്ള രീതിയിലേക്കോ, അല്ലെങ്കിൽ എന്താണോ അവിടെ പെയ്ഡ് കാണിക്കുന്നത് അതിനകത്തേക്ക് എന്ത് ചെയ്യാം, ചേഞ്ച് ചെയ്യാം. പെയ്ഡ് ആണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ താഴത്ത് ക്ലാസ് എന്ന് എഴുതിയിട്ടുണ്ടാവും. ഫ്രീ ആണെങ്കിൽ ഫ്രീ എന്ന് എഴുതിയിട്ടുണ്ടാവും. അപ്പോൾ ഈ ഒരു ക്ലാസ് എന്നുള്ളതാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. ഓക്കെ, ഇനി ചില ആളുകൾ ഇത് വെബ്സൈറ്റിലായിരിക്കും യൂസ് ചെയ്യുന്നുണ്ടാവും. വെബ്സൈറ്റിൽ യൂസ് ചെയ്യുകയാണെങ്കിൽ നേരെ canva.com അടിക്കാം. ഇവിടുന്ന് കയറി നേരെ സൈൻ ഇൻ കൊടുക്കാം. സൈൻ ഇൻ വിത്ത് ഗൂഗിൾ കൊടുക്കാം. ഗൂഗിൾ എടുത്തിട്ട് നിങ്ങൾ ഏതെങ്കിലും ഒരു അക്കൗണ്ട് വെച്ചിട്ട് നിങ്ങൾ സൈൻ ഇൻ ചെയ്യാം. സൈൻ ഇൻ ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ തന്നെ അവരൊക്കെ ലോഗിൻ ചെയ്തിരിക്കുന്ന നമ്പർ വെച്ച് സൈൻ ചെയ്തിട്ടുണ്ടാവും. ഇപ്പോൾ ഇവിടെ ഓൾറെഡി ഒരുപാട് ടീംസ് കാണിക്കുന്നു. സ്കൂൾ ടീം എന്ന് പറഞ്ഞാൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് പ്രീമിയത്തിലേക്ക് മാറണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇവിടെ ക്ലിക്ക് ചെയ്യുന്നു. ഓക്കെ, നേരെ ബ്രൗസറിൽ പോയി കഴിഞ്ഞാൽ ഇത് ഓപ്പൺ ആയിട്ട് വരും. അപ്പോൾ ഇങ്ങനെയാണ് ആക്റ്റീവ് ആകുന്നത്.